നമുക്ക് ഒരു എംപിയുടെ പ്രതികരണത്തെ കൂടി പോകാം. അബ്ദുസബ്ദ് സമദാനി മാതൃഭൂമിനൊപ്പം ചേരുകയാണ്. നമസ്കാരം. തണുപ്പൊക്കെ എങ്ങനെയുണ്ട് ഡൽഹിയിൽ? തണുപ്പ് എങ്ങനെയുണ്ട് ഡൽഹിയിൽ? തണുപ്പിന്റെ ഇടയിലും ചൂടാണ്. കാരണം നമ്മുടെ നാട്ടിലെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ, നമ്മൾ ഉന്നയിച്ചു പോരുന്ന വിഷയങ്ങൾ, അതിൻ്റെതായ ഒരു ഉഷ്ണം എപ്പോഴും ഉണ്ടല്ലോ ഡൽഹിയിൽ. എന്താണ് ഈ ധനമന്ത്രിയുടെ ബജറ്റ് അവതരണത്തിന് കേരളത്തെ കുറിച്ചൊന്നും പറഞ്ഞു കേട്ടില്ല? ഒന്നും പറഞ്ഞില്ല. ഫെഡറലിസം ഇല്ല. ഫെഡറലിസം എന്ന് പറയുന്ന ഒരു സംഗതി കുറെ കാലമായിട്ട് ഈ കേന്ദ്ര ഗവൺമെന്റ് ബലി കഴിച്ചിരിക്കണം എല്ലാ കാര്യത്തിലും. ഭരണഘടനയുടെ അടിസ്ഥാന താല്പര്യമാണ് ഫെഡറലിസം. ബജറ്റ് പരിഗണിക്കുമ്പോൾ ആദ്യം പരിഗണിക്കേണ്ടത് ഫിസ്ക്കൽ ഫെഡറലിസമാണ് ആണല്ലോ. സാമ്പത്തികമായിട്ട് എല്ലാ സംസ്ഥാനങ്ങളെയും കൂടെ കൂട്ടണം, തുല്യ നീതി വേണം, വിഭവങ്ങളുടെ തുല്യ വിതരണം വേണം. ഇതൊന്നുമില്ല. പല സംസ്ഥാനങ്ങളെക്കുറിച്ചൊരു പരാമർശം പോലില്ല. അതേസമയം വളരെ ഒക്വേർഡായി തോന്നുന്ന പോലെ ചില സ്റ്റേറ്റുകൾ അങ്ങനെ പിന്നെ പറഞ്ഞുകൊണ്ടേയിരിക്കണം. കഴിഞ്ഞ തവണ പറഞ്ഞ ബീഹാർ വീണ്ടും ബീഹാർ വന്നതിന് തമാശ കേട്ടത് ബജറ്റിന്റെ ആദ്യ അക്ഷരം ബി ആയതുകൊണ്ട് അങ്ങനെ കേട്ടു. അങ്ങനെ പറഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ്. അപ്പം അത് വളരെ മറ്റു സംസ്ഥാനങ്ങൾ അവഗണിക്കുന്നു. അതുപോലെ തന്നെ അവഗണിക്കപ്പെട്ട മറ്റു അടിസ്ഥാന പ്രശ്നങ്ങളുണ്ട്. തൊഴിലില്ലായ്മ, ചെറുപ്പക്കാരുടെ തൊഴിലില്ലായ്മ രാജ്യത്ത് വളരെ രൂക്ഷമാണ്. അതിൻ്റെ കണക്കുകളൊക്കെ വളരെ വ്യക്തമാണ്. പക്ഷെ ഒന്നുമില്ല, അതുപോലുള്ള കാര്യങ്ങളില്ല. പിന്നൊക്കെ ജനവിഭാഗങ്ങളെ ഉദ്ധരിക്കുന്ന പ്രത്യേകമായ പദ്ധതികളില്ല. മാത്രമല്ല അതൊരു രാഷ്ട്രീയ നിറം കൊടുത്തു. ചില സംസ്ഥാനങ്ങളെ പ്രത്യേകം പരിഗണിക്കുന്നത് രാഷ്ട്രീയ താല്പര്യങ്ങൾക്ക് വേണ്ടിയാണ്. രാഷ്ട്രീയ കാര്യക്രമമാണ്. ദേശീയ സ്വഭാവമുള്ളൊരു ബജറ്റല്ല, രാഷ്ട്രീയ നിറമുള്ള ബജറ്റാണ്. ശരി, താങ്ക് യു.